ഖരഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കളക്ടറായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയാണ് പിന്നീട് ലോകമറിയപ്പെട്ട ക്യാപ്റ്റനും ബുദ്ധിശാലിയായ ക്രിക്കറ്ററും ഇന്ത്യയുടെ ട്രോഫി കളക്ടറുമായി മാറുന്നത്. 16-ാം വയസ്സിൽ കളി ആരംഭിച്ചിട്ടും 22 യാർഡിൽ പിച്ചിൽ അയാൾ കളിക്കാത്ത ഒരു ഷോട്ടുമില്ല. എന്നിട്ടും 22 വർഷങ്ങൾക്ക് ശേഷമാണ് സച്ചിൻ തെണ്ടുൽക്കർ ഒരു ലോകകപ്പിൽ മുത്തമിടുന്നത്. 422 മത്സരങ്ങൾ, ഒരു 50 പോലുമില്ല. എന്നിട്ടും ഇന്ത്യയുടെ വൻമതിലായി മാറി പിന്നീട് കോച്ചായി വന്ന് ഇന്ത്യക്ക് 2010 ലോകകപ്പ് നേടിക്കൊടുത്ത രാഹുൽ ദ്രാവിഡ് 2011 ലോകകപ്പിൽ ടീമിൽ നിന്ന് പുറത്താവുന്നു. പിന്നീട് ഓപ്പണറായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നു. ഏകദിനത്തിൽ 3 ഡബിൾ സെഞ്ചുറി അടിക്കുന്നു. മറ്റൊരു ട്രോഫി കളക്ടർ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ 2006-ൽ 18-ാം വയസ്സിൽ തൻ്റെ അച്ഛൻ മരിക്കുന്നു. പിറ്റേ ദിവസം രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കായി കളിക്കാനിറങ്ങി ഡൽഹിയെ തോൽവിയിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രഷർ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഇതുപോലെ മറ്റൊരു കളിക്കാരനില്ല. റെക്കോർഡുകളുടെ തോയൻ കിങ് കോഹ്ലി. ജീവിതം 2020 പോലെയല്ല, ടെസ്റ്റ് ക്രിക്കറ്റ് പോലെയാണ്. നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഇന്നിങ്സ് ഉണ്ട്, ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. ആദ്യം നമ്മൾ പരാജയപ്പെടും, ബട്ട് ട്രൈ, ബി റിലൻലെസ്, ട്രൈ. സ്ഥിരോത്സാഹിയാവുക, പിടിച്ചു നിൽക്കുക, ദ്രാവിഡിനെ പോലെ, പൂജാരയെ പോലെ. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET.